പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF മെമ്പർമാരെ സ്വാധീനിക്കാൻ CPM ശ്രമിക്കുന്നതായി പരാതി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM ഹനീഫ അഗളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നേരത്തെ കോൺഗ്രസ് മെമ്പർ LDF-നൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റാകുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിരുന്നു. ഏത് തരത്തിലെങ്കിലും ഭരണം തിരിച്ചുപിടിക്കുന്നതിന്റെ ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തീർത്തും പറയുകയാണ്, CPM-ന്റെ നേതൃത്വത്തിലുള്ള പവർ ബ്രോക്കർമാർ, അത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളാണ്. കാരണം അട്ടപ്പാടിയിലെ പല മാഫിയകളും പണം എത്തിച്ചു കൊടുക്കുന്നത് ഈ പവർ ബ്രോക്കർമാർ വഴിയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക്. അവർക്ക് അഗളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിർബന്ധമാണ്. അതുകൊണ്ട് ജനവിധി അട്ടിമറിക്കുന്നതിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മെമ്പർമാര് വലിയ ആശങ്കയിലാണ്. അവരുടെ ജീവനും സ്വത്തിനും അവരുടെ മക്കളുടെ കൂടെ കടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ അഗളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും ജനവിധി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇത്തരത്തിൽ ഒരു അന്വേഷണവും നടത്തുന്നില്ല. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഈ UDF മെമ്പർമാരെ CPM സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഈ പരാതിക്ക് പിന്നാലെ മറ്റു നടപടികളായോ? നാളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അഗളിയിൽ നടക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിന്റെ മെമ്പർ ഈ LDF-നൊപ്പം ചേരുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് അയോഗ്യത വരുമെന്ന് കണ്ടതോടുകൂടി ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസിനൊപ്പമാണ് UDF-നൊപ്പമാണ് നിലവിലുള്ളത്. നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി CPM ഈ പല മെമ്പർമാരെയും പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഇതിന് സംഭവിക്കൂ എന്ന് വ്യക്തമാവുകയുള്ളൂ. ഈ പല സംസ്ഥാനങ്ങളിലും ഈ MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്ന സമാനമായ രീതിയിൽ ഈ മെമ്പർമാരെ നിശ്ചിത സ്ഥലത്തേക്ക് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.